ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഉണ്ടാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ധ്യാനത്തിനായി പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രേരിപ്പിച്ച ചിന്ത ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം. ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ അവർ ആനന്ദിച്ചു തുടങ്ങി. കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ പരീശന്മാരും ശാസ്ത്രിമാരും യേശുവിനെ പാപികളോടും ചുങ്കക്കാരോടും കൂടെ ഇരുന്ന് ഭക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് പിറുപിറുത്തപ്പോൾ യേശു അവർക്ക് കൊടുക്കുന്ന മറുപടിയായ 3 ഉപമകൾ, ആ 3 ഉപമകളും നഷ്ടപ്പെട്ടു പോകുന്നത് മടക്കി കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷത്തെക്കുറിച്ച്. അതിൻ്റെ ഒന്നാമത്തെ ഉപമ, 100 ആടുള്ള ഒരിടയന് ഒരാട് നഷ്ടപ്പെട്ടു. ഇടയൻ ആ ഒരാടിനെ അന്വേഷിച്ച് പോയി കണ്ടെത്തി മടക്കി കൊണ്ടുവന്ന് ആ 99നോട് ചേർത്ത് നിർത്തി ഇടയൻ സന്തോഷിക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആ ഇടയന് ആട് എന്നുള്ളത് ഏറ്റവും വിലപ്പെട്ട ഒന്ന്. അവരുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടതാണ് ആട്. അതിലൊന്നുപോലും നഷ്ടപ്പെടാൻ ആ ഇടയൻ ഇഷ്ടപ്പെടുന്നില്ല. രണ്ടാമത്തെ ഉപമയിൽ നമ്മൾ കാണുന്നത്, വിവാഹം നിശ്ചയിക്കപ്പെട്ട ഒരു പെൺകുട്ടി തൻ്റെ ഭർത്താവ് സൂക്ഷിക്കുവാൻ കൊടുത്ത 10 വെള്ളി നാണയം. ആ നാണയം ഈ പെൺകുട്ടി സൂക്ഷിക്കുന്നു. എന്നാൽ അത് അവളുടെ കയ്യിൽ നഷ്ടപ്പെട്ടു പോകും. അവരുടെ ചരിത്ര പശ്ചാത്തലം വെച്ച് നമ്മൾ ചിന്തിച്ചാൽ, അവളുടെ കയ്യിൽ കൊടുക്കപ്പെട്ട ആ നാണയം അവളുടെ വിവാഹ ദിവസം ആ പുരുഷന് മടക്കി കൊടുക്കണം എന്ന് വെച്ചാൽ, അതിൻ്റെ അർത്ഥം ആ 10 നാണയവും എങ്ങനെ കൊടുത്തുവോ അത് അവൾ മടക്കി കൊടുക്കുമ്പോൾ അവൾ വിശ്വസ്ത ഒരു സ്ത്രീ എന്ന് തൻ്റെ ഭർത്താവിന് ഗ്രഹിക്കുവാനിടയായിത്തീരും. പക്ഷേ 1 നഷ്ടപ്പെട്ടു പോയ ആ 1നെ തിരഞ്ഞ് നോക്കി കണ്ടുപിടിച്ച ആ പെൺകുട്ടി അത് ലഭിച്ചപ്പോൾ അവൾ സന്തോഷിക്കുക. അതിൻ്റെ അർത്ഥം വളരെ കാവലോടെ, വളരെ ആഗ്രഹത്തോടെ വിവാഹം നിശ്ചയിക്കപ്പെട്ട പെൺകുട്ടി വിവാഹത്തിൻ്റെ നാളുകളിലേക്ക് അടുക്കുമ്പോൾ തന്നിൽ ഏൽപ്പിക്കപ്പെട്ട ആ പണം അതുപോലെ വിശ്വസ്തയാണ് എന്ന് നമ്മളെ തെളിയിക്കേണ്ട ആ ഘട്ടത്തിൽ ആ നഷ്ടം അവൾക്ക് സഹിക്കുവാൻ കഴിയുകയില്ല. അവൾക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ആ ഒരു വെള്ളി നാണയം അവളുടെ ജീവിതത്തെ മുഴുവനും മാറ്റിമറിക്കും. അപ്പോൾ അവൾക്ക് അതിനുള്ള വില, അത് വെച്ചാൽ ആ ഒരു വെള്ളി നാണയത്തിന് അവൾക്ക് ഉണ്ടാകുന്ന വില എന്നുള്ളത് അവളുടെ ജീവിതത്തിൽ ഏറ്റവും വലുതാണ്. പ്രൈസ് ദി ലോർഡ്. അതവൾക്ക് തിരികെ ലഭിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം. പ്രൈസ് ദി ലോർഡ്. മൂന്നാമതായി കാണുന്ന ഉപമ, യേശു പറഞ്ഞത്, ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഒരു പുത്രൻ അപ്പൻ്റെ ഭവനത്തിൽ നിന്ന് പുറത്തേക്ക്, അല്ലെങ്കിൽ ദൂരദേശത്തേക്ക് അപ്പൻ്റെ സ്വത്ത് വാങ്ങിച്ച് അവൻ പോകുന്നു, നാനാവിധമാക്കി കളയുന്നു. അവൻ വീണ്ടും മടങ്ങി വരുന്നു. ഈ മടങ്ങി വരുന്ന മകനെ അപ്പൻ സ്വീകരിക്കുന്നു. അപ്പൻ സ്വീകരിച്ച് സന്തോഷിക്കുന്ന സന്തോഷത്തെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ വായിച്ചത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ നോക്കണം, ആ അപ്പനെ സംബന്ധിച്ചിടത്തോളം മറ്റെന്തിനേക്കാൾ, തൻ്റെ സ്വത്തിനേക്കാൾ, തൻ്റെ ജീവിതത്തിൽ തനിക്ക് ലഭിച്ച മറ്റെല്ലാ സൗഭാഗ്യങ്ങളെക്കാൾ ഏറ്റവും വിലപ്പെട്ടതൊന്നാണ് മകൻ. യേശു ഇവിടെ പറയുന്നത്, പ്രൈസ് ദി ലോർഡ്, തൻ്റെ യഹോവയായ ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ മനുഷ്യൻ ഏറ്റവും വിലപ്പെട്ടതാ. അതിൽ ഒന്നുപോലും നഷ്ടപ്പെടാൻ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല. പിതാവ് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്, പ്രൈസ് ദി ലോർഡ്, പുത്രൻ ഈ ഭൂമിയിലേക്ക് വരുവാൻ കാരണമായി തീർന്നത്. ഒന്നും നഷ്ടപ്പെട്ടു പോകല്ലേ. ഹല്ലേലൂയ, സ്തോത്രം.
അതുകൊണ്ടാണ് ആരും നശിക്കരുത്. ദൈവത്തിൻ്റെ ഇഷ്ടമാണ്, ആരും നശിക്കരുത്. ദൈവമക്കളെ, ഈ പ്രഭാത ചിന്തയിൽ ഒരു ചിന്തയിലൂടെ ഞാനിതിനോട് ചേർന്ന് പറവാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് കർത്താവ് വരാതിരുന്നത്, അല്ലെങ്കിൽ ഒരല്പ ദിവസം കൂടെ ദീർഘിപ്പിക്കുന്നത് പോലും ആരും നശിക്കരുതെന്ന്. ഒരാൾ പോലും നശിക്കുവാൻ ദൈവം ഇഷ്ടപ്പെടുന്നില്ല. നോക്കണം, ആ 2 പുത്രന്മാര്, ഒരാൾ, ഹല്ലേലൂയ സ്തോത്രം, മടങ്ങി പിതാവിൻ്റെ അടുക്കലേക്ക്, നഷ്ടപ്പെട്ടു പോയ മകൻ മടങ്ങി പിതാവിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ ആ പിതാവ് സന്തോഷിക്കുക. എന്നിട്ട് യേശു ഇതിന് ഹല്ലേലൂയ സമാപനത്തിൽ പറയുന്ന വാക്ക് ഇങ്ങനെയാണ്, സ്തോത്രം, നഷ്ടപ്പെട്ടു പോകുന്ന ഒരു പാപി ഹല്ലേലൂയ മടങ്ങി പിതാവിൻ്റെ ഭവനത്തിലേക്ക് വരുമ്പോൾ ആ ആട്ടിടയൻ ഏറ്റവും വിലപ്പെട്ടതായി തൻ്റെ ആട്, ആ ആട് തൻ്റെ കയ്യിൽ നിന്ന് ഒരെണ്ണം നഷ്ടപ്പെട്ടു പോയ ആട് തിരിച്ചു കിട്ടുമ്പോൾ അവനുണ്ടാകുന്ന സന്തോഷം, ഓ ജീസസ്, ഹല്ലേലൂയ. അതുപോലെ തന്നെ 10 നാണയങ്ങളിൽ 1 നഷ്ടപ്പെട്ടു പോകുന്ന ആ പെൺകുട്ടിയിൽ ആ ഹല്ലേലൂയ, അവൾ വീടരിച്ചു പെറുക്കി തൻ്റെ കയ്യിലേക്ക് നാണയം തിരിച്ചു കിട്ടുമ്പോൾ, അവളുടെ വിലപ്പെട്ട ഒന്നാണത്. അത് തിരിച്ചു കിട്ടുമ്പോൾ അതുതന്നെ 2 പുത്രന്മാരിൽ ഒരു പുത്രൻ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ആ പിതാവിന് വിലപ്പെട്ടതാണത്. അപ്പോൾ പരീശന്മാരും ശാസ്ത്രിമാരും യേശു പറയുന്നത് ഇങ്ങനെയാണ്, സ്തോത്രം, സ്വർഗത്തിലെ ദൈവത്തിന് എല്ലാ മനുഷ്യരും വിലപ്പെട്ടതാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഹല്ലേലൂയ സ്തോത്രം ഓരോ വ്യക്തിയെയും പാപി എന്ന പദത്തിൽ നിങ്ങൾ വിളിക്കുന്നു. എന്നാൽ അവനെ തിരിച്ച് ഭവനത്തിലേക്ക് കൊണ്ടുവരണം, അവനെ വീണ്ടും അപ്പൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരണം. പ്രൈസ് ലോർഡ്. നഷ്ടപ്പെട്ടു പോയ ആട്, അത് ഇടയന് വിലപ്പെട്ടതായ പോലെ ദൈവത്തിന് വിലപ്പെട്ടത് ആ ആടിനെ തിരിച്ച് ഹല്ലേലൂയ സ്തോത്രം ആ ആലയിലേക്ക്, ആ ഇടയൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരണം. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. നഷ്ടപ്പെട്ടു പോയ ആ നാണയം ആ സ്തോത്ര സ്ത്രീക്ക് മടക്കി കിട്ടണം. പ്രൈസ് ലോർഡ്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ദൈവം അത്രമാത്രം വിലപ്പെട്ടതായി മനുഷ്യരിൽ ഓരോ വ്യക്തിയെയും കാണുന്നു. നിങ്ങൾ പാപിയെന്നും ചുങ്കക്കാരനെന്നും പറഞ്ഞ് അകറ്റി നിർത്തുന്ന ഓരോരുത്തരിലും ദൈവം കാണുന്ന വില എന്നുള്ളത്, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, വലുതാണ്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് മാനസാന്തരപ്പെടുന്ന, മടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്ന, മടങ്ങി വരുവാൻ ഇഷ്ടപ്പെടുന്ന ഓരോരുത്തരെയും ദൈവം പറയുന്നു, ആരും നശിക്കാതെ എല്ലാവരും അപ്പൻ്റെ ഭവനത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ 2 ചിന്ത ഇതിനോട് പറഞ്ഞ് ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, മടങ്ങി വരുവാൻ ദൈവം ഇഷ്ടപ്പെടും. പ്രൈസ് ലോർഡ്. ദൈവം എല്ലാ മനുഷ്യരും ദൈവത്തിലേക്ക് മടങ്ങി വരണമെന്ന് ആഗ്രഹിക്കുന്നു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. പുതിയ നിയമ സ്തോത്രം, ഭക്തന്മാരായ സ്തോത്രം ഓരോ വ്യക്തിക്കും ദൈവം കൊടുത്തിരിക്കുന്ന ഒരു പ്രിവിലേജാണ് മകൻ എന്ന പദവി. ഇവിടെ നോക്കണം, അപ്പൻ മകൻ എന്ന റിലേഷൻ, സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പീൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. എന്ന് വെച്ചാൽ പിതാവെന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാൻ കിട്ടിയ ഒരു ഭാഗ്യം പുതിയ നിയമ ഭക്തന് കിട്ടിയ ഒരവകാശമാണ്. പ്രൈസ് ലോർഡ്. ഒരു അംഗീകാരമാണ്. പ്രൈസ് ലോർഡ്. അതുപോലെ മകൻ എന്ന പദവിയിൽ നിൽക്കുവാൻ ദൈവം കൊടുത്ത ഒരവകാശം. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് പുതിയ നിയമ ഭക്തൻ പ്രാർത്ഥിക്കുന്നത് മകൻ അപ്പൻ എന്ന റിലേഷൻ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. നോക്കണം, നഷ്ടപ്പെട്ടു പോകുന്ന മകന് എന്തൊക്കെ നഷ്ടപ്പെട്ടു എന്നുള്ള ഒന്ന് ചിന്ത ഞാനിത് പറഞ്ഞ് നിർത്തുവാൻ ആഗ്രഹിക്കുക. അവൻ ഒന്നാമത് നഷ്ടപ്പെട്ടു പോയത് അപ്പൻ്റെ ഭവനമാണ്. പ്രൈസ് ലോർഡ്. അപ്പൻ്റെ ഭവനത്തിൽ അവൻ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നത് ആ ഉപമയിൽ നമുക്കൊന്ന് നോക്കിയാൽ കാണുവാനായിട്ട് കഴിയും. സ്തോത്രം. ഒന്ന്, സ്തോത്രം, അപ്പൻ്റെ ഭവനത്തിൽ സ്തോത്രം അവൻ ഹല്ലേലൂയ സുബോധമുള്ളവനായിരുന്നു. അവന് സുബോധമുണ്ടായിരുന്നു. അവിടെ വെച്ച് കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി അവലോകനം ചെയ്യാനുള്ള ഹല്ലേലൂയ നോർമൽ ബുദ്ധി അപ്പൻ്റെ ഭവനത്തിലുണ്ടായത്. പ്രൈസ് ലോർഡ്. വെച്ചാൽ പൈതലിനുണ്ടായിരുന്നു. 2, സ്തോത്രം, അവന് വസ്ത്രമുണ്ടായിരുന്നു. പ്രൈസ് ലോർഡ്. മോതിരമുണ്ടായിരുന്നു, ചെരുപ്പുണ്ടായിരുന്നു, സന്തോഷമുണ്ടായിരുന്നു, സമാധാനമുണ്ടായിരുന്നു, തൃപ്തി ഉണ്ടായിരുന്നു. ഇതെല്ലാം അപ്പൻ്റെ ഭവനത്തിൽ അവനുണ്ടായ അനുഗ്രഹം. സ്തോത്രം. എന്നാൽ അപ്പൻ്റെ ഭവനത്തിൽ നിന്ന് പോയപ്പോൾ ഇതെല്ലാം അവന് നഷ്ടപ്പെട്ടു. അവിടെ
അതിൻ്റെ 15-17 പറയുന്നത് സുബോധം വന്നിട്ട് അപ്പൻ്റെ ഭവനത്തിൽ നിന്ന് പോയപ്പോൾ ഹല്ലേലൂയ സ്തോത്രം അവന് നഷ്ടപ്പെടുന്നു പോയ സുബോധമാണെങ്കിൽ അപ്പൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വന്നപ്പോൾ ഹല്ലേലൂയ സ്തോത്രം അവന് ആദ്യം ലഭിച്ചത് സുബോധം വന്നു. സുബോധം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രണ്ടാം സ്തോത്രം. ഹല്ലേലൂയ. അവന് 22-ാമത്തെ വാക്യത്തിൽ ഹല്ലേലൂയ നമ്മുടെ ധ്യാന ചിന്തയിൽ അതായിരുന്നല്ലോ, മടങ്ങി വന്ന ആ മകന് ലഭിച്ചത് സ്തോത്രം മേൽത്തരമായ അങ്കി അവന് ലഭിച്ചു, മോതിരം, ചെരുപ്പ്, മകൻ എന്ന പദവി, ആനന്ദം, സന്തോഷം, ഇതെല്ലാം അവന് ലഭിക്കാനിടയായി. സ്തോത്രം. അപ്പോസ്തലർ 3:19 നമ്മൾ വായിക്കുന്നത്, നിങ്ങൾ തിരിഞ്ഞ് ദൈവത്തിലേക്ക് മടങ്ങി വന്നാൽ കർത്താവിൻ്റെ മുഖത്തു നിന്ന് സ്തോത്രം നിങ്ങൾക്ക് ആശ്വാസകാലങ്ങൾ വരുമെന്ന്. അപ്പം നോക്കണം, ഇന്ന് പകൽക്കാലം ദൈവമക്കളെ ഹല്ലേലൂയ ദൈവത്തിൻ്റെ മനസ്സിലുള്ള ആഗ്രഹം എന്നുള്ളത് സ്തോത്രം ഒരാളും നഷ്ടപ്പെട്ടു പോകരുത്. 2 സ്തോത്രം അപ്പൻ്റെ ഭവനത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന അല്ലെ അപ്പൻ്റെ ഭവനത്തിൽ നിന്ന് പോകുന്ന ഒരു മനുഷ്യൻ്റെ അവസ്ഥ നമ്മൾ ചിന്തിക്കുവാനിടയായിത്തീർന്നു. പ്രൈസ് ദി ലോർഡ്. അവന് നഷ്ടപ്പെട്ടു പോകുന്നതൊക്കെ ഹല്ലേലൂയ സ്തോത്രം ഇന്ന് പകൽക്കാലം ഒരു തിരിച്ചറിവിനായി നമ്മുടെ മനസ്സിലേക്ക് കിടക്കട്ടെ. എന്നാൽ അപ്പൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വന്നാൽ നമുക്ക് ലഭിക്കുന്നതിനെക്കുറിച്ചു നമ്മൾ മനസ്സിലാക്കുവാനിടയായിത്തീർന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തൃപ്തിയുള്ളൊരു ജീവിതം, മേൽത്തരമായ അങ്കി ധരിച്ച് ഈ ഭൂമിയിൽ ശ്രേഷ്ഠതയിൽ ജീവിപ്പാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിച്ചിരിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ നമ്മൾ അപ്പൻ്റെ ഭവനത്തിൽ ഹല്ലേലൂയ നിന്ന് ആ അനുഗ്രഹം പ്രാപിച്ച് പോകാൻ ഈ ഭൂമിയിൽ കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും ഇടയാക്കട്ടെ. ഹല്ലേലൂയ. അപ്പന് എല്ലാവരും ആ ഭവനത്തിൽ നിൽക്കണമെന്നും ഹല്ലേലൂയ ആ സന്തോഷം അനുഭവിക്കണമെന്നും ആ ആനന്ദം അനുഭവിക്കണമെന്നും ആഗ്രഹിക്കുന്നു. എന്നാൽ ഈ വചനം കേൾക്കുന്ന ഏതെങ്കിലും ഒരാൾ അപ്പൻ്റെ ഭവനം വിട്ടു പോയിട്ടുണ്ടെങ്കിൽ യഥാസ്ഥാനപ്പെട്ടാൽ മടങ്ങി വന്നാൽ പ്രൈസ് ദി ലോർഡ് വീണ്ടും ആ പദവിയിൽ നിർത്തി അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെയാ നമ്മൾ സേവിക്കുന്നത്. ഇത് സ്തോത്രം യോവേൽ പ്രവചനവും കൂടെ ചേർത്ത് പറയേണ്ട ഒരു ഭാഗം. യോവേൽ 2:25 ഇങ്ങനെ പറയുന്നു, ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എൻ്റെ മഹാസൈന്യമായ വെട്ടിക്കിളിയും വീട്ടിലും തുള്ളനും പച്ചപ്പുഴവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. പ്രൈസ് ദി ലോർഡ്. മടങ്ങി വരുന്ന ജനത്തെ വീണ്ടും ആ സ്ഥാനത്ത് കൊണ്ടുവന്ന് ഉറപ്പിച്ച് ഹല്ലേലൂയ അവർക്ക് നഷ്ടപ്പെട്ടു പോയത് മടക്കി കൊടുത്ത് അവരെ ആനന്ദിപ്പിക്കുന്ന ഒരു ദൈവത്തെയാണ് ഈ പകൽക്കാലം നമ്മൾ കാണുവാനിടയായി തീർന്നത്. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിന് സ്നേഹത്തിൻ്റെ ആഴമാണ് ഈ ഉപമയിലൂടെ നമ്മൾ ഗ്രഹിക്കുന്നത്. നമ്മുടെ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം പ്രൈസ് ദി ലോർഡ്. മടങ്ങി വരുന്നവനോടുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം. അവനെ തിരസ്കരിക്കുന്നില്ല, അവനെ തള്ളിക്കളയുന്നില്ല, അവനെ ഉപേക്ഷിക്കുന്നില്ല. വീണ്ടും സ്വീകരിക്കുവാൻ നമ്മുടെ പിതാവ് ഇന്നും ഹല്ലേലൂയ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു മകൻ, ഒരു പാപി മടങ്ങി വരുമ്പോൾ സ്വർഗം സന്തോഷിക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ആഗ്രഹം അതുതന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. പിശാചിൻ്റെ ഇഷ്ടങ്ങളിൽ വഞ്ചനയിൽ കുടുങ്ങി തകർന്നു പോകൽ ഒരാൾ പോലും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന ഒരാൾ ഈ വചനം കേൾക്കുന്നുവെങ്കിൽ നഷ്ടപ്പെട്ടു പോയ പാപിയെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ, അവരെ മടക്കിക്കൊണ്ടുവരുവാൻ ഈ വചനം ഇടയാക്കട്ടെ. അല്ല, നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ടും ദൈവത്തെ വിട്ടുപോയ ഹല്ലേലൂയ ദൈവിക അനുഗ്രഹത്തെ വിട്ടുപോയ ദൈവിക പ്രവൃത്തിയിൽ നിന്ന് അകന്നു പോയ സ്തോത്രം അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു മടങ്ങി വരവ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു. ഇന്നത്തെ വറുതിയുടെ, ഇന്നത്തെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ പല കാരണങ്ങളും ദൈവത്തെ വിട്ടുപോകുന്നത് എന്നൊരു ഓർമ്മപ്പെടുത്തലും കൂടെ ആകട്ടെ ഈ വചനമെന്ന് ഹല്ലേലൂയ സ്തോത്രം ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ മുമ്പാകെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, നിത്യനായ കർത്താവേ, നഷ്ടപ്പെട്ടു പോകുന്ന ഒരു പാപിയുടെ വില വലുതെന്ന് ഈ ഉപമയിലൂടെ ഞങ്ങളെ ഗ്രഹിപ്പിച്ചതോർത്ത് സ്തോത്രം. നഷ്ടപ്പെട്ടു പോകുന്ന ഒരു പാപിയെക്കുറിച്ച് കർത്താവേ അവനും ഈ പിതാവിൻ്റെ സ്നേഹത്തിലും ഭവനത്തിലും മടങ്ങി വന്ന് ഹല്ലേലൂയ ആകണമെന്നും അങ്ങനെ വരുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് സ്വർഗം സന്തോഷിക്കുമെന്നും ഞങ്ങളെ കേൾപ്പിച്ചതോർത്ത് സ്തോത്രം. കർത്താവേ ഹല്ലേലൂയ ആത്മാക്കളെ നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളെക്കുറിച്ച് കരയുവാൻ, അവരെക്കുറിച്ച് വേദനിക്കുവാൻ ഹല്ലേലൂയ ഒരാത്മഭാരം ഈ വചനം കേട്ട ജനത്തിനും അടിയങ്ങൾക്ക് എല്ലാവർക്കും തരുമാറാകണമേ
എന്നടിയൻ പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവമേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് അപ്പൻ്റെ സ്നേഹം അനുഭവിച്ചിട്ട് അപ്പൻ്റെ അടുക്കൽ നിന്നിട്ട് ഹല്ലേലൂയ മടങ്ങിപ്പോയ ആളുകളുണ്ട് കർത്താവെ. അവർക്കും കർത്താവ് ഈ വചനം ഒരു റീസ്റ്റോറേഷന് വേണ്ടി ഹല്ലേലൂയ സ്തോത്രം, ഒരു യഥാസ്ഥാനത്തിന് കാരണമാകണമേ എന്നടിയൻ പ്രാർത്ഥിക്കുന്നു. ഉപവാസത്തിൻ്റെ 7 ദിനങ്ങൾ ദൈവസഭ മാറ്റിവെച്ച് ഇന്നു മുതൽ തുടങ്ങുമ്പോൾ ഒരു യഥാസ്ഥാനത്തിന് വേണ്ടി, ഒരു മടങ്ങിവരവിന് വേണ്ടി കർത്താവ്, എവിടൊക്കെ ജനം ഹല്ലേലൂയ സ്തോത്രം അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ അതിനെ തിരിച്ചെടുക്കുവാനുള്ള ഒരാഗ്രഹത്തിന് വേണ്ടി ഈ സന്ദേശം കാരണമാകണമേ എന്നും അടിയൻ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ജനത്തെ അങ്ങ് അനുഗ്രഹിക്കണം, അങ്ങയുടെ കരം വെച്ച് അനുഗ്രഹിക്കണം. എല്ലാം മഹത്വം അവിടുത്തേക്ക് ഞങ്ങൾക്കായി ജീവചക്ര സുബേശ്വര ധന്യമുള്ള നാമത്തിൽ പ്രാർത്ഥന ദയവായി ശ്രമിക്കണേ സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം ദൈവജനത്തിന് തരട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.